ഇസ്രായേൽ ടാങ്കുകൾ ആക്രമണവുമായി മുന്നോട്ട് നീങ്ങവേ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പലസ്തീൻ ജനത. കഴിഞ്ഞ 24 മണിക്കൂറിൽ 47 പേർ കൊല്ലപ്പെട്ടെന്നും 52 പേർക്ക് പരിക്ക് പറ്റിയെന്നും ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവനറ്റ ശരീരങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നും യുനിസെഫും പറയുന്നു. പരിക്കേറ്റവർക്ക് ആശുപത്രികളിൽ ചികിത്സ പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് അൽ അക്സ ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ അൽ ജസീറയോട് പറഞ്ഞത്. ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ശസ്ത്രക്രിയ നടത്തുന്നത് അനസ്തേഷ്യ പോലും നൽകാതെയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ആക്രമണം ശക്തമാക്കിയതോടെ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്നാൽ ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ അഭാവം ഗസയിൽ രൂക്ഷമായി. ഭക്ഷണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ്. സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ആളുകൾ വിശപ്പടക്കുന്നത്. സന്നദ്ധ പ്രവർത്തകർ വരാത്ത ദിവസങ്ങളിൽ മുഴുപട്ടിണിയിലാണെന്നും ഖാൻ യൂനിസിലെ വീട്ടമ്മയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഗസ നഗരത്തിലെ സുജയ്യയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി. ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും ഇവിടെ നിന്ന് ആളുകൾ മറ്റിടങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടുകയാണെന്നും ഹമാസ് വക്താവ് അറിയിച്ചു. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അഭയം തേടിയാണ് പലസ്തീൻ ജനത ഷുജയ നഗരത്തിലും സുഫയിലും എത്തിയത്. ഈ പ്രദേശങ്ങളിലേക്കും ആക്രമണം എത്തിയതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആളുകൾ. ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശവും ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്. ഹമാസിനേക്കാൾ ലെബനനും ഹിസ്ബുള്ളയും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗസയിലെ ആക്രമണം കുറച്ചിട്ട് ലെബനനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. ഇസ്രായേൽ ലെബനൻ സംഘർഷം ശക്തമായതോടെ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് ഫ്രാൻസ്. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പോരാട്ടം നടത്തിയാൽ ലെബനൻ പഴയ ശിലായുഗത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.